ഒരമ്മ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം മാമാട്ടിയുടെ ഭക്ഷണ കാര്യമാണ്. ചെന്നൈയിൽ കുറച്ച് നാളത്തേക്ക് എന്റെ അനിയത്തി നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അവൾ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, അക്കി ഇവള് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണമെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നുള്ളത്. എന്തൊക്കെ ഇതാണെന്ന് പറഞ്ഞാലും മാമാട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഫോൺ കാണിക്കാറില്ല അവളെ. മാമാട്ടി ജനിച്ചതേ അവൾക്ക് 2 വയസ്സാകാൻ പോകുകയാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ ഒരു തവണ പോലും ഫോൺ കാണിച്ച് ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. എനിക്കറിയില്ല കേട്ടോ എത്ര നാള് വരെ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന്. പല രീതിക്ക് പലതരത്തിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ കൊടുത്തു നോക്കും കേട്ടോ. നമുക്കൊരു സാധനത്തിന്റെ ടേസ്റ്റ് അവൾ അറിഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് വായൊന്ന് തുറന്നു തന്നാലല്ലേ ആ സാധനത്തിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ആദ്യമായിട്ട് ഒരു ഭക്ഷണം കൊണ്ടു ചെന്നാലും വായ അടച്ചു വെക്കും. പിന്നെ നമ്മളത് കുത്തി പൊളിച്ച് ഒരു വാ വെച്ച് കഴിയുമ്പോഴാണ് അവർക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലായിട്ട് പിന്നെയും വാ പൊളിച്ച് വരുന്നത്. ഞാൻ ഈ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ദേ ഇതാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഈ മാമാട്ടിയുടെ ഫുഡ് കഴിപ്പാണ്. ഞാനെന്നല്ല എൻ്റെ കസിൻസ് എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ ഇവളെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കാനായിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല. പാല് കുടിക്കുമായിരുന്നു കേട്ടോ അത്യാവശ്യം. പക്ഷെ ഡോക്ടർ പറഞ്ഞു പാല് കുടിക്കുമ്പോഴേക്കും വിശപ്പ് വരത്തില്ല, അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇപ്പം അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകലൊന്നും കൊടുക്കത്തില്ല, രാത്രി മാത്രമേ കൊടുക്കത്തുള്ളൂ. ചില സമയത്ത് അവൾ വാശി പിടിക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും കേട്ടോ അവൾ ഇനി ചോദിച്ചു വരുമ്പോൾ കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അവൾ ചോദിച്ചു വരത്തില്ല. നിങ്ങൾ എങ്ങനെയൊക്കെയാ ഭക്ഷണം കൊടുക്കുന്നത്, അവർ കഴിക്കുന്നതെന്നുള്ളതൊന്ന് പറയാവോ?